hello, welcome to my video log. So 25th of February 2026 നമ്മുടെ ന്യൂ സാംസങ് ഗാലക്സി S26 അൾട്ര ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ എഡിംബ്രയിൽ സെൻറ്റ് ജെയിംസ് ക്വാർട്ടേഴ്സിൽ സാംസങ്ങിൻ്റെ എക്സ്പീരിയൻസ് സെൻ്റർ ഉണ്ട്. നമുക്ക് പോയി നോക്കാം അത് അവിടെ വന്നിട്ടുണ്ടോ ഇല്ലെന്ന്. ജസ്റ്റ് ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ്. ലാസ്റ്റ് ഇയർ ഞാൻ S25 അൾട്ര എടുത്തിട്ടുണ്ട്. ചെറിയ ഡിഫറൻസസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ക്യാമറ മൊഡ്യൂൾ ആൻഡ് ഓൾസോ നമ്മുടെ പ്രൈവസി ഡിസ്പ്ലേ. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കണം. സോ ജസ്റ്റ് 2 minutes ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് S26 അൾട്രയുടെ പ്രൈവസി ഡിസ്പ്ലേ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓക്കെ, ആപ്പിളിൻ്റെ സ്റ്റോറാണ്, രണ്ടും അടുത്തടുത്താണ്. ഓക്കെ, നമ്മൾ സെൻറ്റ് ജെയിംസ് സ്ക്വാഡിൻ്റെ ഫ്രണ്ടിലെത്തി. സോ നോക്കാം എക്സ്പീരിയൻസ് സെൻറ്ററിൽ ഫോണുണ്ടോ എന്ന്. ഞാൻ കുറച്ച് എക്സൈറ്റഡാണ്. ഇതാണ് നമ്മുടെ എഡിംബ്രയിലെ സെൻറ്റ് ജെയിംസ് ക്വാർട്ടർ. നോക്കാം. സോ ദിസ് ഈസ് S26 Ultra. ജസ്റ്റ് ഒന്ന് പ്രൈവസി ഡിസ്പ്ലേ ഒന്ന് സെർച്ച് ചെയ്യാം. സൈഡിൽ നോക്കിയാൽ കാണില്ല, നേരെ നോക്കിയാൽ പെർഫെക്റ്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയില്ല. ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പ്രൈവസി പ്രൊട്ടക്ഷൻ, നോട്ടിഫിക്കേഷൻ പോപ്പപ്പിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. പിൻ പാറ്റേൺ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓക്കെ കാൽക്കുലേറ്റർ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. കാൽക്കുലേറ്റർ മാത്രം ഇപ്പോൾ സൈഡിൽ നോക്കിയാലും കാണാം. ജസ്റ്റ് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ സൈഡിൽ നോക്കിയാൽ കാണില്ല. ആക്ച്വലി ദാറ്റ്സ് ഗുഡ്. ഇത് ബാക്ക് സൈഡ് കാണിച്ചു തരാം. സോ ഇതാണ് ബാക്ക്. എൻ്റെ S25 അൾട്ര ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹമ്പ് കുറച്ചും കൂടെ ഐ തിങ്ക് സംതിങ് ലൈക്ക് ഐലൻഡ് മൊഡ്യൂൾ അങ്ങനെ എന്തോ ആണ് ഇത് പറയുന്നത്. 200 മെഗാപിക്സൽ സ്പെക്കെല്ലാം സെയിം ആണ്, ബട്ട് 1.4 അപ്പേച്ചറാണ്. Okay, this is my S25 Ultra and this is the new S26 Ultra. കുറച്ചും കൂടി curve കൂടിയിട്ടുണ്ട്. So you can see that. And the very next S Pen ഈ കോർണർ കുറച്ച് ഇതായിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണില്ല. S Penൻ്റെ കോർണർ കുറച്ച് ഇട്ടുണ്ട്. അപ്ഗ്രേഡ് ചെയ്യുന്ന വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവസി ഡിസ്പ്ലേ അതിന് മാത്രം ഓക്കെ ആയിരിക്കും. നമുക്ക് S25 അൾട്ര ഉണ്ട്. സോ S26 അൾട്ര ഹാൻഡ്സ് ഓൺ നോക്കുമ്പം കുറച്ചും കൂടെ സ്ലിമ്മർ ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ഫീലുണ്ട് പിടിക്കാൻ. പിന്നെ ഉള്ളത് ക്യാമറ ഹമ്പ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഫോൾഡ് 7 പോലെയാണ്. എക്സാക്ട്ലി ഫോൾഡ് 7 തന്നെയാണ്. ക്യാമറ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നോർമലി ഒരു 10x ശേഷം S25 അൾട്ര ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഗ്രെയിൻസ് വരുന്നുണ്ട്. പക്ഷേ കമ്പയറിങ് ടു S26 അൾട്ര നല്ലൊരു ബെറ്റർ പെർഫോമൻസാണ് S26 അൾട്ര തരുന്നത്. S23 അൾട്ര അല്ലെങ്കിൽ 4 അൾട്ര അല്ലെങ്കിൽ 5 അൾട്ര ഉപയോഗിക്കുന്ന ഒരാൾ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഫീച്ചേഴ്സിന് വേണ്ടി മാത്രം ഇത്രയും വലിയൊരു അപ്ഗ്രേഡ് നടത്തുന്നില്ല. കാരണം ഇവിടെ UK എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ പോലും S25 അൾട്ര 1 TB 700 pounds ഉള്ളൂ. ഏകദേശം ഒരു 800 pounds ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത്രയും
ഡിപ്രീസിയേഷൻ ഒരിക്കലും ആ ഫോണിന് ഇല്ല. സോ ഒരു 2 ഇയേഴ്സും കൂടെ കഴിഞ്ഞിട്ട് 27 അല്ലെങ്കിൽ 28 അൾട്രയിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇഫ് യു യൂസിങ് 23 അൾട്ര 27 അൾട്രയിലേക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, 4 അൾട്ര ആണെങ്കിലും അങ്ങനെ. ഞാൻ ഉപയോഗിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 23 അൾട്രയാണ്. എനിക്ക് കുറച്ച് കേർവി ആയിട്ടുള്ള പക്ഷേ നല്ല ഇൻഹാൻഡ് ഫീലും ഉണ്ട്. പക്ഷേ കമ്പയറിങ് ടു 25 അൾട്ര 26 അൾട്ര കുറച്ച് ബൾക്കിയാണ്, അത് മാത്രമേ ഉള്ളൂ. 23 അൾട്ര ഉള്ളവർ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. 24 അൾട്രയും 25 അൾട്രക്കാരും ചെയ്യേണ്ട കാര്യമില്ല. 22 അൾട്ര എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി 26 അൾട്ര ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്.